ചാലിയാർ പുഴയിൽ ടൂറിസ്റ്റുകൾക്ക് ചെറിയ ബോട്ടുകളിൽ സഞ്ചാരം ഫില്ലടിക്കുകയാണ്. ചാലിയാറിന്റെ സംഗമത്തിന്റെ ചാലിയാർ ബോട്ടുകെട്ടിയിലേക്ക് ആണ് ഈ സ്പീഡ് ബോട്ട് പോകുന്നത്. അക്കരയും ഇതിന് സമാനമായ നിരവധി ആളും ഈ ഷോപ്പുകളും ഇതുപോലെ തന്നെ നീട്ടി കെട്ടിയിട്ടുണ്ട്. ബഹുദൂരം കടലിലൂടെ പിന്നോട്ട് നീണ്ടു കിടക്കുകയാണ്. ഇരുവശത്തുമായി സമയം കളയാൻ ഇരിപ്പിടങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. വൈകുന്നേരങ്ങളിൽ വരുന്നവർക്ക് ഏറെ സമയം വിനോദത്തിനായി ചെലവഴിക്കാൻ പറ്റുന്ന ഇടം. മറുവശത്ത് സൂര്യൻ, താഴേക്ക് താഴ്ന്നോട്ടെ എന്ന് കടലുകാറ്റ് കാണുന്ന ഈ പച്ച ബാരലില് ഇതിലൂടെയൊക്കെ ചൂണ്ടകൾ വിരിയിട്ടിരിക്കുകയാണ് മത്സ്യബന്ധനത്തിനായി. ഇങ്ങനെ നീണ്ട സൈഡുകളിൽ ഇങ്ങനെ കാണാം ചെറിയ ചെറിയ ചൂണ്ടകൾ പൊങ്ങി നിൽക്കുന്ന ഓരോ വസ്തുക്കൾ കിട്ടിയിരിക്കുകയാണ്. ചാലിയാർ നിർമ്മാണ പ്രവൃത്തികൾക്കായി ചെറിയ ബോട്ടുകളിൽ ഇതര സാമഗ്രികളുമായിട്ട് തൊഴിൽ പോയിക്കൊണ്ടിരിക്കുക. ഈ പാത ഇനിയും വളരെ ദൂരം പോകാനുണ്ട്. ഞാൻ വന്നതിന്റെ അത്രയും കൂടി ദൂരം ഇനി പാത പോകാനുണ്ട്. തിരിച്ച് കരയിലേക്ക് നോക്കിയപ്പോഴും ദൂരം നമ്മൾ നോക്കിയിട്ട് ശരാശരി 2 കിലോമീറ്റർ ദൂരത്തിൽ പാത തന്നെയാണ്. മറുകര ചാലിയം ബീച്ചാണത്. ചാലിയാർ പുഴയുടെ ഇക്കരയും അക്കരയും കടലിനോട് ചേരുന്ന ഭാഗവുമായിട്ട് വരുന്ന ചാലിയം നിരവധി പഞ്ചായത്തുകൾ അവിടെയും വന്നു. കാപ്പാട്ട് കടപ്പം മുതൽ കോഴിക്കോടിന്റെ ഈ ചാലിയം ഭാഗം, കോഴിക്കോട് ടൗണ് ഒക്കെ ചരിത്രത്തിൽ വിവിധ രീതികളിൽ എഴുതപ്പെട്ട ഇടങ്ങളാണ്. ബേപ്പൂർ, കാപ്പാട്, കോഴിക്കോട് ടൗണിലെ ഇംഗ്ലീഷ് പള്ളി ചരിത്രം ഉറങ്ങുന്ന സ്ഥലമാണ്. ഇവിടെ ജനം പഴയ ഓർമ്മകളെ നിലനിർത്തിക്കൊണ്ട് തന്നെ പിന്നെ പമ്പ് ഹൗസും ഒക്കെ ആയിട്ട് പമ്പ് ഹൗസും ലൈറ്റ് ഹൗസ്, ബോട്ട് കെട്ടി ഇങ്ങനെ പഴമയോ നിലനിർത്തിക്കൊണ്ട് തന്നെ റിപ്പയർ ചെയ്ത് നന്നാക്കി വൃത്തിയാക്കി കൊണ്ടിരിക്കുകയാണ്. ആ പഴമയിൽ നിന്നും മാറ്റങ്ങൾ വരുത്തിയിട്ടില്ല. സ്പീഡ് ബോട്ടിൽ യാത്രയിൽ യാത്ര നടത്തിയാണ്. നിറയെ സഞ്ചാരികളുമായി വരുന്ന സാധാരണ ബോട്ടുമുണ്ട്. മഴക്കാലമായാലും തൽക്കാലം നിർത്തി വെക്കും. ഇപ്പോൾ മഴയുടെ കുറവ് കാരണമാണിത് നടത്തുന്നതെന്ന് തോന്നുന്നു. മറുകരയിലും ബോട്ട് സർവീസ് ഉണ്ട്. വേനൽക്കാലമായി കഴിഞ്ഞാൽ ജങ്കാർ സർവീസുകളുണ്ട്. വാഹനങ്ങൾ യാത്രയ്ക്ക് നടത്താനുള്ള ജങ്കാർ സർവീസുകൾ നിലവിലുണ്ട്. കുട്ടികൾക്ക് പട്ടം നിറപ്പിക്കാനും കളിക്കാനും ഉല്ലസിക്കാനും മറ്റു കളിപ്പാട്ടങ്ങളൊക്കെ ഇവിടെ സജീവമാണ്. മഴയാണെങ്കിൽ സജീവമാണ്. ചെറിയ തോതിൽ സമയത്ത് എല്ലാവരും
വന്ന് കടകളൊക്കെ ഓപ്പൺ ആക്കിയിരിക്കുകയാണ്. ടൂറിസ്റ്റുകൾക്കായി ടൂറിസ്റ്റ് ബോട്ട് കെട്ടിയ ജെട്ടിയിൽ നിന്നും നിശ്ചിത തുക ഈടാക്കിക്കൊണ്ടുള്ള സഞ്ചാരമാണ് ബോട്ട് യാത്ര. മഴക്കാലത്ത് നിർത്തിവെക്കും, താൽക്കാലികമായി ഇപ്പോൾ ഓപ്പണാക്കിയതാണ്. കുട്ടികളുടെ പട്ടങ്ങൾ മാനത്ത് പറക്കുന്നുണ്ടോ. ഇവിടെ വരുന്ന കുട്ടികൾക്ക് പട്ടം പറപ്പിക്കൽ വളരെ കൗതുകമേറിയ കാറ്റുകൊണ്ട് കട്ടം പറക്കുകയും ചെയ്യും. പട്ടം വിൽപ്പനക്കാര് പലവിധ വർണ്ണങ്ങളുള്ള പട്ടങ്ങളിലൂടെ തയ്യാറാക്കി വിൽക്കുകയും ചെയ്യും. സജീവമാണ് കത്തുകൾ. ഇവിടെ ഉള്ളു എന്ന് വേണമെങ്കിൽ പറയാം. ചെറിയൊരു ചായക്കുരികള് മഴ തുറക്കുന്നുണ്ടോ? ഉണ്ടാവും അല്ലേ? നാടൻപുട്ട് ഇടിച്ചോട് എല്ലാം ഉണ്ടാക്കി ബീച്ച് ഒരു ഗ്രാമീണ പശ്ചാത്തലമുള്ള ബീച്ചാണെങ്കിൽ ഇത് തികച്ചൊരു നാഗരികത വിദേശ രാജ്യങ്ങളുടെ ഒക്കെയുള്ള ഒരു ബീച്ചിന്റെ ഒരു അതേ കാഴ്ചപ്പാടോടുകൂടി ഒരു പുനർനിർമ്മാണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് പൂർത്തീകരണമാകുമ്പോഴേക്കും ഈ വിളക്കുകളും മറ്റ് പശ്ചാത്തലമൊക്കെ കൂടി ഈ വിദേശ രാജ്യത്തിന്റെ പൂർണ്ണതയോട് കൂടിയിട്ട് ഈ ബേപ്പൂർ ബീച്ച് 1 കിലോമീറ്റർ ബീച്ച് പ്രാവർത്തികമാകും. മുന്നോട്ട് പോയാൽ വലിയ വലിയ ഫിഷിംഗ് ബോട്ടുകളും യാത്രാ ബോട്ടുകളും ഇപ്പം പുതിയത് പല 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 രീതിയിലുള്ള ബോട്ടുകൾ ഇറങ്ങാൻ പറ്റും. അപ്പോൾ ആ ദൂരെ കാണുന്ന ആ ബോട്ട് പുതിയ രീതിയിലുള്ള ഒരു ബോട്ടാണ്. കഞ്ചാലയം മത്സ്യബന്ധന തോണികളാണ്. കാലാവസ്ഥ പ്രതികൂലമായ തോണികളുടെ മിശ്രണത്തിലാണ്. സന്തോഷത്തിന്റെ പട്ടം പാറി പറക്കുകയാണ്. എറണാകുളം തെക്കം കൊല്ലം സൈഡിലുള്ള ജങ്കാർ സർവീസ് ഉണ്ട്. മലബാറിൽ പൊതുവെ ജങ്കാർ സർവീസ് കുറവാണ്. ചാലിയത്താണ് നമുക്ക് ജങ്കാർ സർവീസ് കാണാൻ. നിരവധി വണ്ടികളും യാത്രക്കാരുമായി അക്കരയ്ക്ക് കടത്തുകയാണ്. മലബാർ മേഖലയിൽ വരുന്നവർക്ക് ജങ്കാർ ഒരു അനുഭവമായിരിക്കും. കയറിയ 10 രൂപ മാത്രമേ ഉള്ളൂ. അത്ര 10 രൂപ ജങ്കാർ ബോട്ട് യാത്ര ആണ്. പ്രശസ്തമായ ഫിഷിംഗ് ബോട്ട് ജെട്ടി ബേപ്പൂര്. ഈ ബോട്ട് ജെട്ടിക്ക് പ്രത്യേകതയുണ്ട്. ഇവിടെ രാവിലെ ഓപ്പൺ ചെയ്താൽ, ഇപ്പോൾ ഫിഷിംഗ് നിർത്തിവെച്ചിരിക്കുന്നതായതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്. രാവിലെ വന്നു കഴിഞ്ഞാൽ ചെറിയ പൈസക്ക്, ചെറിയ പൈസക്ക് എന്ന് പറഞ്ഞാൽ 10, 20, 300 രൂപയ്ക്ക് ലേലം ചെയ്ത് കൊടുക്കും മത്സ്യം. അപ്പോൾ അത് സാധാരണക്കാരൻ അത് വാങ്ങാൻ കുറച്ച് വരും. 10 മണിയാകുമ്പോഴേക്കും എല്ലാം ക്ലീൻ ചെയ്ത് ആ ബിസിനസ് നിർത്തി കംപ്ലീറ്റ് ഈ ജട്ടി ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി ഇങ്ങോട്ട് പ്രവേശനമില്ല. പിന്നെ മത്സ്യവില്പനയില്ല. അങ്ങനെയുള്ള ബോട്ട് ജെട്ടി ഒന്നാണ് ഇത്. ബേപ്പൂര്, കോഴിക്കോട് മറ്റടുത്ത് പുയ്യാപ്പ എന്ന സ്ഥലത്ത്, പുതിയാപ്പ എന്ന 2 സ്ഥലത്താണ് അങ്ങനെ ബിസിനസ്. അപ്പോൾ ഒരു സാധാരണക്കാർക്കൊക്കെ രാവിലെ വന്നാൽ അവരുടെ ഒരാഴ്ചക്കുള്ള മത്സ്യമൊക്കെ വാങ്ങി ചെറിയ പൈസയ്ക്ക് വീട്ടിൽ കൊണ്ടുപോയി സ്റ്റോക്ക് ചെയ്യാവുന്നതാണ്. വലിയ മത്സ്യബന്ധന യാനങ്ങൾ കാണാം. എല്ലാം നിർത്തിയിട്ടിരിക്കുകയാണ്.
ഈ യാത്രക്കാർക്ക് ഒരു വിനോദ ചിന്തനം, ഒരു ബീച്ച് ഒക്കെ കാണണമെങ്കിൽ ബസ് യാത്രക്കാരാണെങ്കിൽ സ്വന്തമായി വാഹനവും കാറൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇടവഴിക്കൊന്ന് ഇറങ്ങി സുഖമായി സ്ഥലമൊക്കെ സന്ദർശിച്ച് സാമ്പത്തിക ഭാരമൊന്നുമില്ലാതെ കണ്ടുപോകാൻ നല്ലൊരു ഇടമാണ് കോഴിക്കോട് ബേപ്പൂർ പുളിമുട്ട് ബീച്ച്. ഓക്കെ കൂട്ടുകാരെ, ചാനൽ ഓക്കെ.